ബഹുമാന്യനായ ഗുരുനാഥൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, AG ഒലീന ടീച്ചർ, വേദിയിലിരിക്കുന്ന ഡോക്ടർ M രാജീവ് കുമാർ, പ്രിയ സുഹൃത്ത് ഡോക്ടർ KK സുന്ദരേശൻ, PR ശ്രീകുമാർ സാർ, SK പ്രമോദ്, ഏറ്റവും പ്രിയങ്കരായ സദസ്സിനെ അലങ്കരിക്കുന്ന സഹൃദയരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഏറ്റവും നല്ല ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രകാശനമാണ് നടക്കാൻ പോകുന്നത്. ഈ വായനയെ ഏറ്റവും ഹൃദ്യമാക്കി നമുക്ക് അനുഭവിപ്പിക്കുന്ന ഒരു എഴുത്തിൻ്റെ രസതന്ത്രം കയ്യിലുള്ള ആളാണ് ഉള്ളൂർ വി മനോഹരൻ സാറ് എന്നുള്ളത് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. ഏറ്റവും സവിശേഷമായി ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. കാരണം ഓണക്കൂർ സാർ അത് പ്രകാശനം ചെയ്യുന്നു, ഒലീന ടീച്ചർ വാങ്ങുന്നു, ഉദയകല ടീച്ചർ അത് പുസ്തകത്തെ പറ്റി വിവരിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ നോട്ടീസിൽ മുഖാന്തര കാണുന്നുണ്ട്. എങ്കിൽ പോലും ആ പുസ്തകം വായിച്ച ആൾ എന്നുള്ള നിലയിൽ ഈ കേരളത്തിൻ്റെ സ്ഥലരാശിയെയും പ്രകൃതിയെയും മനുഷ്യ ജീവിതത്തെയും ഏറെക്കുറെ സമരസപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ മാത്രം ഒരുപക്ഷെ സംഭവിക്കാവുന്ന ഒരു നോവൽ, ഒരു കഥ എന്ന നിലയിലാണ് അദ്ദേഹം ഇത് രചിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഹൃദ്യമായ ഒരു മാനുഷിക ആവിഷ്കാരം. ഇപ്പൊ കേരളത്തിൻ്റെ സ്ഥലരാശി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ മലമ്പ്രദേശങ്ങൾ, ഈ വനവുമായിട്ട് അടുത്ത് കിടക്കുന്ന മലയും അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന പട്ടണങ്ങളും ഒക്കെയാണല്ലോ കേരളത്തിൽ. ഇപ്പോൾ വിതുര ഭാഗത്ത്, കല്ലാർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയുള്ള വനവാസികളും പട്ടണത്തിലെ ജനങ്ങളും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് എത്രയും ഹൃദ്യമായി ഒരു സൗഹാർദ്ദം സൂക്ഷിക്കുന്നത്, യാതൊരു വേർതിരിവുമില്ലാതെ. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ അകലങ്ങൾ എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ധാരാളം അകലങ്ങൾ വച്ചു പുലർത്തുന്ന ഒരു രീതിയാണ് നാം തുടർന്നു വരുന്നത് എന്നുള്ളതാണ്. അതായത് ആ ഒരു ആചാരപരമായും മറ്റുമൊക്കെ തന്നെ ധാരാളം മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു അകലങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, മനുഷ്യൻ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുത്ത് സ്നേഹത്തിൽ ഇടപഴകുന്ന ഒരു പുതിയ ഒരു സമുദായത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പോലും ഇന്നും നാം പഴയ രീതിയിലുള്ള അകലങ്ങളെ അതിജീവിച്ചുവെങ്കിലും നമ്മുടെ പുതിയ കാലത്തും അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലേ, നമ്മുടെ കുടുംബത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് വിദേശത്ത് പോകുന്ന മക്കൾ, അല്ലെങ്കിൽ ഭാര്യയും കൂടി വിദേശത്തേക്ക് പോകുന്നു, ഒറ്റപ്പെടുന്ന പിതാവ് വീട്ടില് ഒറ്റയ്ക്ക്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ പുതിയ രീതിയിലുള്ള അകലങ്ങളാണ്. ഇതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പ ലോകത്തിൽ സൃഷ്ടിക്കുകയാണ്. അങ്ങനെയാണ് ഈ 5 പേർ ചേർന്നിട്ട്, ഒറ്റപ്പെട്ട 5 പേർ ചേർന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ അതും ഒടുവില് മനുഷ്യന്റെ വിധി എന്നതുപോലെ തന്നെ ഒരുമിച്ച് ചേർന്നുള്ള ജീവിതം പോലും നിരർത്ഥകമാക്കിക്കൊണ്ട് ഏകാകിത അനുഭവിക്കുന്ന മനുഷ്യന്റെ ഒരു ദുർവിധിയെ അതൊരു ദർശനം എന്ന വണ്ണം ആവിഷ്കരിക്കുകയാണ് ഈ നോവൽ. ഈ നോവൽ ഏറ്റവും ഹൃദ്യമായ വായനാനുഭവം ഓരോരുത്തർക്കും നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അധികം ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഈ ഓണക്കൂർ സാറിന്
എത്രയും വേഗം പോകണം എന്നുള്ളത് കൊണ്ടും ഞാൻ അധികം ഇതിനെ നീട്ടുന്നില്ല. ഈ പ്രകാശന ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്.